ഇന്ത്യയിൽ നാടൻ ബോംബുകൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച ജില്ല അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം അലങ്കരിച്ചിരുന്നത് വാറങ്കൽ എന്ന് പറയുന്ന ഒരു ജില്ലയാണ്. നേരത്തെ അത് ആന്ധ്രാപ്രദേശിലായിരുന്നു. ഇപ്പോൾ തെലങ്കാന വിഭജിച്ചപ്പോൾ അത് തെലങ്കാനയുടെ ഭാഗമായി. അതിന് കാരണം അവിടെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന വേരോട്ടമാണ്. പക്ഷെ അതിൽ നിന്നിപ്പോൾ വാറങ്കൽ മോചിതമായി എന്ന് നമുക്ക് പറയാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ജില്ലയാണ് ഇപ്പോൾ വാറങ്കൽ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ജില്ലയുടെ പേര് കണ്ണൂരാണ്. നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ കണ്ണൂരിലാണ് ഇപ്പോൾ ബോംബുകളുടെ നിർമ്മാണം അല്ലെങ്കിൽ ബോംബുകളുടെ ഹബ്ബായി മാറിയിരിക്കുന്നത് എന്നാണ് അവിടുത്തെ തന്നെ ഒരു നാട്ടുകാരി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാം. ഇന്നലെ അതായത് തേങ്ങ പെറുക്കാൻ പോയിട്ടുള്ള 85 വയസ്സുള്ള വേലായുധൻ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ, അദ്ദേഹം തേങ്ങ പെറുക്കാൻ പോയപ്പോൾ അവിടെ നിന്നൊരു കുടം കിട്ടി, സ്റ്റീലിൻ്റെ കുടം. ആ കുടം കിട്ടിയപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തുറന്നു നോക്കിയപ്പോൾ തല പൊട്ടിത്തെറിച്ച് അദ്ദേഹം മരിക്കാനുണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സ്വന്തം ഉറ്റവർക്കും ബന്ധുക്കൾക്കുമൊന്നും കാണാൻ സ്വന്തം മുഖം പോലും ബാക്കി വെക്കാനില്ലാതെ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ആകെ ചെയ്ത് തെറ്റ് തൊട്ടപ്പുറത്തെ പറമ്പിൽ, ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് ഒരു കുടം കിട്ടിയപ്പോൾ അതെടുത്തുകൊണ്ടൊന്ന് തുറന്നു നോക്കി എന്നുള്ളതാണ്. സത്യത്തിൽ അതുപോലും കണ്ണൂർ പോലുള്ള സ്ഥലത്ത് തെറ്റാണ്. കാരണം കണ്ണൂർ ജില്ലാ ഭരണകൂടം തന്നെ നിങ്ങൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടിയാൽ, പുറത്തുനിന്ന് സ്റ്റീൽ ബോംബോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഐസ്ക്രീം ബോംബോ പോലെയുള്ള പല സാധനങ്ങളും കിട്ടിയാൽ അത് തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഇത് കേൾക്കുമ്പോൾ കണ്ണൂരല്ലാതെ താമസിക്കുന്ന കേരളത്തിലെ മറ്റ് ജില്ലകളിലുള്ളവർക്ക് വലിയ അതിശയം തോന്നാം. ഈ 21-ാം നൂറ്റാണ്ടിലും ഇത്ര പ്രാകൃതമായി ബോംബുകൾ ഉണ്ടാക്കുകയും അത് തൊട്ടടുത്ത പറമ്പുകളിലൊക്കെ കുഴിച്ചിടുകയും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നാം. ഈ അത്ഭുതത്തെ നമുക്ക് ഒന്നുകൂടി ബലപ്പെടുത്തുന്നൊരു കാര്യം, അവിടെ നിന്നുള്ള സീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയാണവർ. അവർ വന്നിട്ട് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യം, അവർ 27 കൊല്ലം മുമ്പ് അവിടെ താമസിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു വീട് അവിടെ വാടക കൊടുത്തിരുന്നു എന്നും ആ വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെയുള്ള 3ഓളം ബോംബുകൾ കിട്ടിയെന്നും അങ്ങനെ ബോംബുകൾ കിട്ടിയതുകൊണ്ട് പേടിച്ച് അവിടെയുള്ള വാടകക്കാർ ഒഴിഞ്ഞു പോയെന്നും ആ വാടകക്കാർ ഒഴിഞ്ഞു പോയതിന് ശേഷം ഈ ബോംബുകൾ അവിടെയുള്ള പാർട്ടിക്കാർ, അതായത് CPM-കാരായിട്ടുള്ള ആളുകൾ വന്ന് എടുത്തുകൊണ്ട് പോയി എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഞാനൊന്ന് ഞെട്ടിയായിരുന്നു. കാരണം സീന തന്നെ പറയുന്നൊരു വാചകം, അടുത്തത് ഇങ്ങനെ ആരും പ്രതികരിക്കാത്തതിൻ്റെ കാരണം പറഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് ബോംബെറിയും എന്നാണ് സീന തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സീന തന്നെ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു പരിപാടിയിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, കാരണം എൻ്റെ സഹോദരൻ്റെ എന്നും അല്ലെങ്കിൽ ഭർത്താവിനും ചിലപ്പോൾ എൻ്റെ വീട്ടുകാർക്കുമൊക്കെ വലിയ അപകടങ്ങൾ വരാനിരിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും ഇതെങ്ങനെയാണ് പറയാതിരിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ സീന മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ തൊട്ട് പുറകിൽ അവരുടെ അമ്മ നിൽക്കുന്നുണ്ട്. അവർക്കൊരു 60-65 വയസ്സുണ്ടാകും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അവർ എത്രമാത്രം ഭയപ്പാടോടുകൂടിയായിരിക്കും കണ്ണൂരിലെ എരഞ്ഞോളി എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ച് അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർ സ്വന്തം മകളെ പുറകോട്ട് പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ മകൾ തിരിഞ്ഞിട്ട് പറയുന്നൊരു വാചകമുണ്ട് സീന, അമ്മ ഇനിയെങ്കിലും എങ്ങനെയാണ് പറയാതിരിക്കുക, എത്ര കാലമാണ് നമ്മൾ പേടിച്ച് ജീവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങി പോകേണ്ടതുണ്ട്. ഇത് ഒരു ദിവസത്തെ വാർത്തയായി അവസാനിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇതുകൊണ്ട് എന്തൊക്കെ ദുരന്തങ്ങളാണ് കണ്ണൂരിൽ സംഭവിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എതിരാളികളെ അമർച്ച ചെയ്യാൻ വേണ്ടി ബോംബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബോംബുകൾ തന്നെ ഐസ്ക്രീം ബോംബുണ്ട്, അതുപോലെ തന്നെ കുടത്തിനകത്തുള്ള ബോംബുണ്ട്, സ്റ്റീൽ ബോംബുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ബോംബുകളുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ 10 കൊല്ലത്തിനകം തന്നെ അവിടെ നിന്ന് 250-ലധികം പറയുന്ന ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ട്. 89-ലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 32-ലധികം പേർ ബോംബ് പൊട്ടിയോ അല്ലെങ്കിൽ ബോംബ് എറിഞ്ഞോ ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ 21-ാം നൂറ്റാണ്ടിലാണ് ഇത്ര പ്രാകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം CPM-ഉം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം ഇപ്പോൾ നമുക്കറിയാം, ഒരു 1970-കളുടെ പകുതിക്ക് ശേഷമാണ് അല്ലെങ്കിൽ 80-കൾക്കടുത്തോടാണ് ബോംബ് നിർമ്മാണം കണ്ണൂരിൽ വ്യാപകമാകുന്നത്. ആ സമയത്തൊക്കെ അവിടെയുള്ള ബീഡി തൊഴിലാളികളും അവിടെയുള്ള മുതലാളിമാരും തമ്മിലുള്ള തർക്കങ്ങളിൽ പലപ്പോഴും അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മാണമൊക്കെ തുടങ്ങിയതെങ്കിൽ പിന്നീട് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ വകവരുത്താൻ വേണ്ടി ഇത് ഉപയോഗിച്ചു തുടങ്ങി. പക്ഷേ ഇപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, സത്യത്തിൽ കോൺഗ്രസ് അത്തരത്തിലുള്ളൊരു ബോംബ് നിർമ്മാണത്തിൽ നിന്ന് അവിടെ പിന്മാറിയിരിക്കുന്നു. പിന്നീട് BJP-യുമായി ഇവർ സന്ധി സംഭാഷണം നടത്തിയിരിക്കുന്നു. മിസ്റ്റർ M വഴി നമുക്കറിയാം അങ്ങനെ ഒരു സന്ധി സംഭാഷണം നടത്തിയിട്ട് അദ്ദേഹത്തിന് ഏതാണ്ട് 4 ഏക്കറോളം സ്ഥലം ഗവൺമെൻറ് ഫ്രീ ആയി വിട്ടുകൊടുത്തു. അതൊക്കെ പോട്ടേന്ന് വെക്കാം. പക്ഷേ
ഇതെല്ലാം ഉണ്ടായിട്ടും ഇപ്പോഴും CPM ഈ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടെ ഇന്നലെ സീന പറഞ്ഞത് ശരിയാണെങ്കിൽ അവിടെയുള്ള ജനത്തെ ഭയപ്പെടുത്തി ഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബോംബ് നിർമ്മിക്കുന്നത്. അത് അധികകാലം തുടരാനാവില്ല എന്നാണ് ഈ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പുകൾ പോലും തെളിയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വെറുപ്പിൻ്റെയും ബോംബ് നിർമ്മാണത്തിൻ്റെയും വഴികളിൽ നിന്ന് പിന്നോട്ട് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ CPM എന്ത് ചെയ്യാൻ കഴിയും, ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി വിശദമായി ചർച്ച ചെയ്യുകയാണ് ഇവിടെ. ഇതിൽ കൈയും കാലുമൊക്കെ നഷ്ടപ്പെട്ട് മരിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കുന്ന സാധാരണക്കാരുടെ വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു ഈ വീഡിയോയിൽ. ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് പലപ്പോഴും ഇതിൽ മരണപ്പെടുന്നവർ മഹാഭാഗ്യവാന്മാരാണെന്നാണ് ബോംബ് നിർമ്മാണ വേളകളിൽ നമ്മൾ പറയുന്നത്. കാരണം ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള പൊട്ടലുകൾ ഉണ്ടായാൽ, മുറിവുകൾ ഉണ്ടായാൽ അതിൻ്റെ നീറ്റലുകൾ വർഷങ്ങളോളം തുടരുകയും അതിൻ്റെ വലിയ കടുത്ത വേദനകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കൈയും കാലും ഇല്ലാതെയൊക്കെ ജീവിച്ചു പോകുന്ന നിരവധി ആളുകളുണ്ട്. ഇതിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളിൽ നിന്നാണ്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സംഭവങ്ങൾ മാത്രമേ ഞാനിവിടെ വിവരിക്കുന്നുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1992 സേവറി ഹോട്ടലിൽ നടന്നിട്ടുള്ള ഒരു ആക്രമണമാണ്. സേവറി ഹോട്ടലിൽ നാണു എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. സത്യത്തിൽ കൊല്ലാൻ വന്നത് നാണുവിനെയല്ല, അദ്ദേഹം ഒരു സാധാരണക്കാരനായി ഒരു ഹോട്ടലിൽ തൊഴിലാളിയായി ജീവിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ കൊല്ലാൻ വന്നവന് യാതൊരു പരിചയവും ഇല്ലാത്തത് കൊണ്ട് ഈ നാണുവാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിനെതിരെ ബോംബെറിയുകയും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന അദ്ദേഹം തൽക്ഷണം അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബം അനാഥമായി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് 1998 കേരളത്തിൻ്റെ കണ്ണ് നനയിപ്പിക്കട്ടൊരു കാര്യം, അമാവാസി എന്ന് പറയുന്ന ഒരു നാടോടി പയ്യൻ, ആ പയ്യൻ അവിടെ ആക്രി പെറുക്കിയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന പയ്യൻ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ കുടം കിട്ടുന്നു. ആ കുടം കിട്ടിയപ്പോൾ അത് തുറക്കാൻ ശ്രമിക്കുന്നു, അത് പറ്റാതായപ്പോൾ അവനത് സ്ക്രൂ ഡ്രൈവറോ എന്തോ കല്ലോ കൊണ്ടിടിച്ചിട്ട് അതൊന്ന് തുറക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ സാധാരണ ആക്രി സാധനങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ള അവൻ പിറ്റേ ദിവസം ഉറക്കമുണരുമ്പോൾ അല്ലെങ്കിൽ ബോധത്തിലേക്ക് വരുമ്പോൾ അവൻ കാണുന്നത് അവൻ്റെ ഒരു കൈയും ഒരു കണ്ണും നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ ഒരു കൈയും ഒരു കണ്ണും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നീട് അവനെ നാട്ടുകാർ ഒരുപാട് പണം പിരിക്കുകയും അവനെ ചികിത്സിക്കുകയും അവിടെ ജ്യോതിലാൽ IAS എന്ന് പറഞ്ഞ കളക്ടർ തന്നെ വലിയ താല്പര്യമെടുക്കുകയും പിന്നീട് അവന് പൂർണ്ണചന്ദ്രൻ എന്ന് പേര് നൽകുകയും നമുക്കറിയാം ഏഷ്യാനെറ്റിൻ്റെയൊക്കെ സ്റ്റാർ സിംഗർ പോലെയുള്ള പല പരിപാടികളിലും പാട്ടുകാരനായി അവൻ പങ്കെടുക്കുകയും പിന്നീടൊരു ക്ലർക്കായി ജീവിതം ഇപ്പോൾ തുടരുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അത്തരത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പയ്യൻ കാരണം കണ്ണൂർ പോലുള്ള സ്ഥലത്ത് കേരളത്തിൽ വന്നൊരു ആക്രി പെറുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞൊരു തെറ്റിനാണ് അവൻ ശിക്ഷിക്കപ്പെട്ടത് എന്ന് ഈ കേൾക്കുന്ന ആളുകൾ ഓരോരുത്തരും വിചാരിക്കണം. നമ്മുടെയൊക്കെ കുട്ടികൾക്കോ വീട്ടിലുള്ള ആളുകൾക്കായിരുന്നു സംഭവിക്കുകയെങ്കിൽ എന്തായിരിക്കുമെന്ന് കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. 1999 അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള P ജയരാജൻ്റെ വീട്ടിൽ ഇതുപോലെ ബോംബെറിയുകയും ആക്രമണം നടത്തുകയും ചെയ്തു. ബോംബെറിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ ബോംബുകൾ ആളുകളെ കൊല്ലാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ബോംബെറിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 കാരണങ്ങളുണ്ട്. ബോംബെറിഞ്ഞാൽ ഒരു പുകപടലം സൃഷ്ടിക്കുകയും ആളുകളുടെ കാഴ്ച മറക്കുകയും ചെയ്യും. ഒന്ന്. രണ്ടാമത്തത് ആളുകൾ ഭയം കൊണ്ട് അവിടെ നിന്ന് ഓടിക്കളയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണം നടത്തുന്നവർക്ക് ദൃക്സാക്ഷികൾ ഉണ്ടാവാതിരിക്കാൻ അത് സഹായിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുള്ളയാൾ വലിയൊരു അഭ്യാസിയോ കളരി അഭ്യാസിയോ കായികാഭ്യാസിയോ ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാളെ ഇമ്മൊബിലൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള ബോംബുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു തവണ ഒരു അധ്യാപകൻ പലപ്പോഴും എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ചേരിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഒരു സ്ഥലത്ത് ജോലിയെടുക്കുന്ന ഒരു അധ്യാപകൻ എല്ലാ ദിവസവും ബാഗുമായി അധ്യാപനത്തിന് വരികയും തിരിച്ചു പോരുകയും ചെയ്തിരുന്നു. ഒരു തവണ അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് എന്തോ എടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നൊരു കറുത്ത ഒരു ബോൾ ഉരുണ്ട് താഴെ വീഴുകയും അത് പൊട്ടിയിട്ട് അവിടെ മുഴുവൻ കറുത്ത പുകപടലം പടരുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ അധ്യാപകൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി കരുതിയിരുന്ന ഒരു കാര്യമാണ്. നമുക്ക് തിരിച്ചു വന്നാൽ P ജയരാജൻ്റെ വീട്ടിലൊരു ആക്രമണം നടക്കുന്നു. ആക്രമണത്തിൽ P ജയരാജൻ്റെ കുടുംബത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് തിരുവോണത്തിനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്ത് കയറി ആക്രമിക്കുന്നു. 2 തവണ ബോംബെറിയുന്നു. അതിനുശേഷം അദ്ദേഹത്തെ വെട്ടി മൃതപ്രായനാക്കുന്നു. അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ആളുകൾ അവിടെ നിന്ന് പിന്മാറുന്നത്. പക്ഷേ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൈയും കാലുകളൊക്കെ കൈയൊക്കെ അറ്റുപോയെങ്കിലും അദ്ദേഹം നമുക്കറിയാം എറണാകുളത്തുള്ള സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ മാസങ്ങളോളം കിടന്ന് ചികിത്സിച്ച് കൈകളൊക്കെ തുന്നിച്ചേർത്താണ് അദ്ദേഹം തിരിച്ചു പോയത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു കൈ മറ്റൊരു കൈയുടെ പോലെ അത്രയും സാധാരണ ഒരു കൈക്കുള്ള സ്വാധീന ശേഷി ഒരു കൈക്കില്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഇതിൽ
പിന്നീട് നമുക്കറിയാം ഇത് ആക്രമണം നടന്നിട്ടുള്ളത് സാധാരണക്കാരന് നേരെ മാത്രമല്ല, അന്ന് ASP ആയി അവിടെ ജോലി ചെയ്തിരുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന ശ്രീജിത്ത്, ഇന്ന് അദ്ദേഹം കേരള പോലീസിൽ DIG ആണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം ഒരു സംഘത്തെ പിടിക്കാൻ വേണ്ടി പുറകെ അവരെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും സ്പീഡിൽ ഓടുന്നു, ഒരാൾ മാത്രം വളരെ പതുക്കെയാണ് ഓടുന്നത്. ആ പതുക്കെ ഓടുന്നത് എന്താണ് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ്, ഈ ASP ആയിട്ടുള്ള IPS കാരനായിട്ടുള്ള ശ്രീജിത്ത് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടെന്നും ആ സഞ്ചിയിൽ ബോംബുകളായിരിക്കാമെന്നും ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. പക്ഷേ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഇയാൾ തിരിഞ്ഞു നോക്കാതെ, ഈ ഓടിക്കൊണ്ടിരുന്ന ഒരാൾ അതിലൊരു ബോംബെടുത്ത് നേരെ പുറകിലോട്ടെറിയുകയും ശ്രീജിത്തിന് മാരകമായി പരിക്ക് പറ്റുകയും അദ്ദേഹം മാസങ്ങളോളം തന്നെ ഹോസ്പിറ്റലിൽ ചെലവഴിക്കുകയും ഏതാണ്ട് 14ഓളം ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇപ്പോൾ കേരള പോലീസിൽ DIG ആയിട്ട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്കും ഇതിൻ്റെ തിക്തഫലം അറിയാത്തതല്ല എന്ന് ചുരുക്കം. ബോംബിൻ്റെ ആക്രമണം ഉണ്ടായില്ലെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു ആക്രമണമാണ് കണ്ണൂരിൽ 2000-ൽ ഉണ്ടായിട്ടുള്ള ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധം. 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ഏതാനും ചില ആളുകൾ വന്ന് വെട്ടിക്കൊന്നു അതിക്രൂരമായി എന്ന് മാത്രമല്ല, BJP-കാരനായ ജയകൃഷ്ണൻ മാസ്റ്റർ വെട്ടിക്കൊന്നു എന്ന് മാത്രമല്ല, പകരം ചോക്കുകൊണ്ട് ചോരയിൽ എഴുതി വെച്ച് പോയി. ആരെങ്കിലും സാക്ഷി പറഞ്ഞാൽ ഈ ജയകൃഷ്ണൻ വധം ഇവിടെ ആവർത്തിക്കും എന്നവർ ചോക്കുകൊണ്ട് ചോരയിൽ മുക്കി ബോർഡിൽ എഴുതി വെച്ചിട്ട് പോയി. ഇത് കണ്ട് പകച്ചു പോയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൽ പിന്നീട് അനുഭവിച്ചിട്ടുള്ള ട്രോമയെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഭയത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് വിവരിക്കാൻ വാക്കുകളില്ല എന്നുള്ളത് കൂടി ഓരോരുത്തരും ആലോചിക്കണം. പിന്നീടാണ് നമുക്കറിയാം അസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി സ്വന്തം അമ്മാവൻ്റെ വീടിൻ്റെ മുമ്പിൽ സ്വന്തം അനിയനുമൊത്ത് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സാധനം വന്ന് വീഴുന്നു. ആ വന്ന് വീഴുന്നത് കണ്ട് ഇവൾ അടുത്തേക്ക് ചെല്ലുന്നു, അത് പൊട്ടിച്ചിതറിയതിന് ശേഷം അവളുടെ ഒരു കാല് തന്നെ നഷ്ടപ്പെടുന്നു. 6ാമത്തെ വയസ്സിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് അവൾക്കൊരു ആഗ്രഹം തോന്നുന്നു, ഒരു ഡോക്ടറാകണമെന്ന്. അങ്ങനെ ഈ അസ്ന എന്ന് പറയുന്ന പെൺകുട്ടി അതിനുശേഷം 19 കൊല്ലത്തിന് ശേഷം പഠിച്ച് MBBS പഠിച്ച് ഇപ്പോൾ അവളുടെ വില്ലേജിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഒരു ഡോക്ടറായി അവിടെ സേവനമനുഷ്ഠിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു കാലില്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും ആ പെൺകുട്ടി, അതായത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയത്തിലും പെടാത്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി 4ാമത്തെ നിലയിലെ ക്ലാസ്സിലേക്ക് പോകാൻ പോലും എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞു തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള നിരപരാധികളായ നിരവധി ആളുകൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ആസാമിൽ നിന്ന് വന്നിട്ടുള്ള 2 പേർ, ഒരച്ഛനും മകനും, ആ ആസാമിൽ നിന്ന് വന്നിട്ടുള്ള 2 പേർ അവർ ഒരു ആക്രിപെറുക്കിയൊക്കെ ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സ്ഥലത്ത് അവർ ഇതുപോലെ വഴിയിൽ കിടന്നൊരു സാധനം കിട്ടുന്നു. അത് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ഇവർ 2 പേരും മരിച്ചു പോകുന്നു. ആ മരിച്ചു പോയതിന് ശേഷം അവരുടെ സഹോദരൻ ആസാമിൽ നിന്ന് കേരളത്തിലേക്ക് ജീവിക്കാൻ വന്നവരുടെ ശവശരീരങ്ങളുമായിട്ടാണ് കേരളത്തിൽ നിന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീടൊരു സ്ത്രീ, അവർ മരണപ്പെട്ടില്ല, പക്ഷെ അവർ തൊഴിലുറപ്പിന് പോയതാണ്. സ്വന്തം വീടിനകത്തെ കാണ വൃത്തിയാക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ കാണയിൽ എന്തോ തട്ടി പൊട്ടിത്തെറിച്ചതിന് ശേഷം അവർക്ക് ആയുഷ്കാലം മുഴുവൻ ഒരു പണിയും എടുക്കാതെ ദുരിതത്തിലും കഷ്ടത്തിലും ജീവിക്കേണ്ടി വന്നു. ഇങ്ങനെ നിരവധി ആളുകൾ മാത്രമല്ല ഇതിനിരയായിട്ടുള്ളത്, മറ്റ് പല ജീവികളും ഇതിനിരയായിട്ടുണ്ട്. ഒരു ദിവസം ഒരാൾ 2018 അയാൾ നടക്കാൻ വേണ്ടി സ്വന്തം 2 നായകളുമായി ഒരു കുറ്റിക്കാട്ടിലേക്ക്, ഒരു പറമ്പത്തിലേക്ക് നടക്കുന്നു. പറമ്പിൽ നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഒരു നായ ചെല്ലുന്നു. നായ എന്തിലോ പിടിച്ച് കടിക്കുന്നു. നായക്കറിയില്ലല്ലോ അതിനേക്കാൾ മഹാവൃത്തികെട്ട ആളുകൾ ഇവിടെ നാട്ടിലുണ്ട് എന്നുള്ളത്. അറിയാത്ത നായ എന്തിലോ പിടിച്ച് കടിക്കുന്നു. കടിച്ചിട്ടുള്ള നായയുടെ തല മാത്രമാണ് പുറത്തേക്ക് ഈ പറയുന്ന ഉടമസ്ഥൻ കാണുന്നത്. തല മാത്രം തെളിച്ചു വരുന്നതാണ്. ഇത് കണ്ട 2ാമത്തെ നായും പോയി വീണ്ടും ഏതോ ഒരു പാത്രത്തിൽ, അവിടെ തൊട്ടടുത്തുള്ള പാത്രത്തിൽ കടിക്കുന്നു. ആ നായയുടെയും തല തിരിച്ച് പുറകിലേക്ക് വരുന്നു. പിന്നീട് ആളുകൾ കണ്ടൊരു വിസ്മയം എന്ന് പറയുന്നത്, ഒരു തെങ്ങിൻ്റെ പുറത്ത് കെട്ടിവെച്ചിട്ടുള്ള സ്ഫോടനം, അതിൻ്റെ തല നിന്ന് കത്തുന്നതാണ്, അതായത് മണ്ട നിന്ന് കത്തുന്നതാണ് കാണുന്നത്. നോക്കുമ്പോൾ ആ തെങ്ങിൻ്റെ മുകളിൽ വളരെ സുരക്ഷിതമായി ബോംബുണ്ടാക്കി സൂക്ഷിച്ച് ആളുകൾ വെച്ചിരുന്നു. അത് കാറ്റത്ത് ആടി ഉലഞ്ഞപ്പോഴോ തമ്മിലുള്ള ഒരസൽ കൊണ്ടിട്ടോ അത് പൊട്ടിത്തെറിച്ചതാണ്. അങ്ങനെ തെങ്ങ് നിന്ന് കത്തുന്ന വിചിത്രമായൊരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇതിനൊരു തിരുത്തൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവത്തിലേക്ക് വരാം. അത് പാനൂരിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഒരു ബോംബിൻ്റെ സ്ഫോടനമുണ്ടായി.
ആ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ തന്നെ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഷെറിൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റ് 3 പേർക്ക് കൂടി പരിക്കേറ്റു. ഈ പരിക്കേറ്റതിന് ശേഷം പോലീസ് പ്രതിയാക്കിയത് അവിടെയുള്ള ഏതാനും DYFI പ്രവർത്തകരെയാണ്. അപ്പോൾ പാർട്ടി പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടി പറഞ്ഞത് പോലീസ് തെറ്റായി പ്രതി ചേർത്തവതാണെന്നും പകരം ഇങ്ങനെയൊരു പൊട്ടിത്തെറിയുണ്ടായപ്പോൾ ഓടിക്കൂടിയ സന്നദ്ധ പ്രവർത്തകരാണ് ഇവർ എന്നുമാണ് പറഞ്ഞത്. ഇവർ ബോംബുണ്ടാക്കിയവരല്ല, പകരം സന്നദ്ധ പ്രവർത്തകരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളതൊക്കെ നമുക്ക് നേരത്തെ തന്നെ പലവട്ടം നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് പൂച്ചട്ടി കൊണ്ടൊരാളുടെ തലക്കടിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുണ്ട്. അപ്പോൾ അതിനൊട്ടും കുറയരുത് എന്നുള്ള നിലക്കാണ് നമ്മുടെ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ബുദ്ധിജീവിയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ഇവർ സന്നദ്ധ പ്രവർത്തകരാണെന്ന് പറഞ്ഞത്. ഇതിന് സണ്ണി ജോസഫ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MLA ചോദിച്ചൊരു കാര്യമുണ്ട്. ഒന്ന്, പിണറായി ഭരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അകാരണമായി സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ഇവരെ പ്രതികളാക്കിയതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ അർഹതയില്ല, അതുകൊണ്ട് നിങ്ങൾ ആഭ്യന്തര മന്ത്രി പദം രാജിവെക്കണമെന്നാണ്. ഇനി അതല്ല, ഇവരെ യഥാർത്ഥത്തിൽ പ്രതി ചേർത്തതാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കണമെന്നാണ്. എല്ലാ കാര്യങ്ങളിലും പാർട്ടി ഏറ്റവും ആദ്യം ഇവരെ തള്ളിപ്പറയുകയും പിന്നീട് ഇവരെ രക്ഷപ്പെടുത്താനുള്ള പല തന്ത്രങ്ങളും ആവിഷ്കരിക്കും. ഇപ്പോൾ ഈ കേസിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 3 തവണ റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് രാഷ്ട്രീയ വൈരാഗ്യം മൂലം ഇവർ ബോംബ് നിർമ്മിച്ചതാണ് എന്നാണ് കൊടുത്തിരുന്നതെങ്കിൽ 4ാമത്തെ തവണ കൊടുക്കുമ്പോൾ അത് രാഷ്ട്രീയ വൈരാഗ്യം മാറ്റിയിട്ട് അവിടെയുള്ള ഏതോ അമ്പലത്തിലെ തർക്കങ്ങൾ കാരണം 2 വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് വേണ്ടി ബോംബുണ്ടാക്കിയതാണ് എന്ന നിലയിലേക്ക് എത്തി. ഇതിൽ ബോംബുണ്ടാക്കിയ ആളുകളെ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ P. ജയരാജൻ്റെ മകൻ ഒരു തവണ കലങ്കിൻ്റെ താഴെ ഇരുന്ന് സ്വന്തം കയ്യിൽ ബോംബ് പൊട്ടി വലിയ ഗുരുതരമായി ഹോസ്പിറ്റലാകുന്ന അവസ്ഥയുണ്ടായി. പാർട്ടി ഏറ്റവും ആദ്യം പറഞ്ഞത് ഇത് പടക്കം പൊട്ടുന്നതാണ് എന്നുള്ളതാണ്. പിന്നീടാണ് പാർട്ടി തിരുത്തി പറഞ്ഞത് അല്ല, ഇത് എക്സ്പ്ലോസീവ് അനുസരിച്ച് പല കുറ്റങ്ങളുമൊക്കെ പോലീസ് ചാർത്തിയപ്പോഴാണ് പിന്നീട് അതിൽ നിന്ന് മയപ്പെടുത്തുകയും ഇത് ബോംബുണ്ടാക്കുമ്പോൾ തന്നെ സംഭവിച്ച അപകടമാണെന്ന് പാർട്ടി സ്ഥിരീകരിച്ചില്ലെങ്കിലും നാട്ടുകാർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM എന്ന് പറഞ്ഞ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യമായി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. ഏറ്റവും ആദ്യത്തെ ഇതിനിരയായിട്ടുള്ളതും ചിലപ്പോൾ CPM-കാരാണെന്നുള്ളതും നമ്മൾ വിസ്മരിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിങ്ങളിത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ സാധാരണക്കാരായ ജനത്തെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പിണറായി വിജയനും CPM-ൻ്റെ പുതിയ നവ മാർക്സിസ്റ്റുകാരുമെല്ലാം തന്നെ ഇതിൽ നിന്ന് പിന്മാറണം അടിയന്തരമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, ഒന്ന്, പോലീസിനെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രതികളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഇതിൽ CPM ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു, റിമാൻഡ് റിപ്പോർട്ട് തിരുത്തിക്കാൻ വേണ്ടി സ്വാധീന ശക്തി ഉപയോഗിക്കുകയാണെങ്കിൽ. രണ്ടാമത്തേത്, BJP-കാരനായിട്ടുള്ള ജയചന്ദ്രൻ മാസ്റ്ററെ കൊന്ന കൊലപാതകി എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള ആൾ പിന്നീട് അതേ സ്കൂളിൽ തന്നെ ആദ്യം ശിക്ഷിക്കപ്പെട്ടു, ജീവപര്യന്തം കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു, പിന്നെ ജീവപര്യന്തമായി, പിന്നെ പാർട്ടി പലപ്പോഴും നല്ല നടപ്പ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിട്ടതിന് ശേഷം അദ്ദേഹം തന്നെ അവിടെ PTA പ്രസിഡൻ്റായി കൂടി എത്തുന്നൊരവസ്ഥയുണ്ടായി. എന്ന് പറഞ്ഞാൽ എത്രത്തോളം കാര്യമായാണ് പാർട്ടി ഇവരെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, പാർട്ടി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രമം എന്ന് പറയുന്നത്, പാനൂര് ചെറ്റക്കണ്ടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഷൈജു എന്നും സുബീഷ് എന്നും പേരായ 2 പേർ 2015 ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടപ്പോൾ പാർട്ടി ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി അവർക്ക് വരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി സ്മാരകങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ആ സ്മാരകങ്ങൾ ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷു എന്ന് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കിയാലും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്നും ഞങ്ങൾ നിങ്ങളെ മഹാന്മാരാക്കി ഉയർത്തിക്കാട്ടുമെന്നും മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രിവിലേജും സൗകര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്ന കാര്യമാണ് പാർട്ടി കൊടുക്കുന്ന മെസ്സേജ്. ഇത് പാർട്ടി അവസാനിപ്പിച്ചേ പറ്റൂ. ഇതേപോലെ തന്നെ നമുക്കറിയാം, പാർട്ടിയുടെ തന്നെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള MN ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ KN ജോസഫ്, ആ KN ജോസഫിൻ്റെ വീട്ടിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു സ്ഫോടനം ഉണ്ടാവുകയും ആ സ്ഫോടനത്തിൽ തന്നെ ഈ കുടിയാൻമലയിൽ വെച്ച് സ്ഫോടനം ഉണ്ടാവുകയും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് സ്ഫോടനം ഉണ്ടാവുകയും
ആ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണെന്ന് നിങ്ങൾ ആലോചിക്കണം. CPM-ൻ്റെ അത്തരത്തിലുള്ള ആളുകൾ പോലും ഇതിൽ പെടുകയും പക്ഷെ പിന്നീട് പാർട്ടി വളരെ കൃത്യമായി ഇപ്പോൾ ആ കേസ് എന്താണെന്ന് അറിയില്ല, ആ കേസിൽ നിന്ന് ഊരിയെടുക്കുകയും ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി ഈ ബോംബുണ്ടാക്കുന്നവർക്ക് കൊടുക്കുന്ന കൃത്യമായ മെസ്സേജ്, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നും നിങ്ങളെ ഞങ്ങൾ വിലപ്പെട്ട ആളുകളായി വളരെ ആദരവോടുകൂടി കാണും എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. ആ മെസ്സേജിൽ നിങ്ങൾ പിൻപറ്റിയേ പറ്റൂ. ഇത്തരത്തിൽ രക്തസാക്ഷികളാവുകയും ബോംബ് നിർമ്മാണത്തിൽ മരിച്ചു പോവുകയും ചെയ്യുന്ന ആളുകളുടെ ഭൂരിപക്ഷം പേരുടെ കാര്യത്തിലും CPM വലിയ തോതിൽ അവരുടെ കുടുംബസഹായ ഫണ്ട് രൂപീകരിക്കുകയും ആ കുടുംബത്തെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇതാണ് CPM-ന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇതിന് CPM കാലത്തിന് കണക്ക് പറയേണ്ടി വരും. സീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചോദ്യത്തിനും കണക്ക് പറയേണ്ടി വരും. താൽക്കാലികമായി നിങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയാലും ഇത് കൂടുതൽ ആളുകൾ തുറന്ന് ചോദിക്കുന്നൊരു കാലം വിദൂരമല്ല എന്നാണ് CPM-ൻ്റെ കണ്ണൂരിലെ ജില്ലാ പാർട്ടി നേതൃത്വം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, ഇതിൽ നമുക്ക് ഗവൺമെൻറ്റിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കറിയാം ശ്രീജിത്ത് എന്ന് പറയുന്ന DIG ആയിട്ടുള്ള ശ്രീജിത്ത് അടക്കമുള്ള ASP അടക്കമുള്ള പോലീസുകാർക്കെല്ലാം അറിയാം കൃത്യമായി റെയ്ഡ് നടത്തിയാൽ ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇത്തരത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന പല ബോംബുകളും കണ്ടെത്താനാകുമെന്ന്. അത് ഈ പാനൂരിൽ ഏതാണ്ട് ഒരു മാസം മുമ്പ് ഉണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനത്തിന് ശേഷവും വിവിധ റെയ്ഡുകൾ നടത്തിയിട്ടും അതെല്ലാം താൽക്കാലികമായി നടത്തിയിട്ടുള്ള റെയ്ഡുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വേലായുധൻ്റെ മരണത്തിലൂടെ തെളിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് പോലീസ് വളരെ ഫലപ്രദമായി ഇടപെടണം. രണ്ടാമത്തെ എന്താണ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് അവിടെ ഈ ബോംബ് നിർമ്മാണത്തിന് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ പിടിക്കപ്പെടും എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടാക്കണം. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. കാരണം രാഷ്ട്രീയ നേതൃത്വം ഇവർക്കെല്ലാം ഒത്താശയും ചെയ്യുന്നതുകൊണ്ട് പോലീസുകാരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം, എവിടെ നിന്നാണ് ഈ ബോംബ് ഉണ്ടാക്കാനുള്ള അത്രയും എക്സ്പ്ലോസീവ്സ് ഈ കണ്ണൂരേക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണ്ടേ. നമ്മൾ പലപ്പോഴും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യത്തിൽ സ്വർണ്ണക്കടത്ത് നിർത്തലാക്കണമെങ്കിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇങ്ങനെ കള്ളക്കടത്തിലൂടെ വരുന്ന സ്വർണം ഇവിടെ വാങ്ങിക്കാൻ ആരെങ്കിലും വേണം. ആ വാങ്ങിക്കുന്നത് ആരെന്ന് ഇതേവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. ഈ കേസിലും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ എക്സ്പ്ലോസീവ് ആരാണ് കൊടുക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടില്ല. ഇതിൻ്റെ ചില ഇടനിലക്കാരിലേക്ക് മാത്രമേ പോലീസ് എത്തുന്നുള്ളൂ. പലപ്പോഴും ഇതെത്തിക്കുന്നത് മണി ചെയിൻ പോലെയുള്ള സംവിധാനങ്ങളിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ പണം ഒരാൾക്ക് കൊടുക്കും, ആ പണം മറ്റൊരാൾക്ക് കൊടുക്കും, അങ്ങനെ പണം വേറൊരാൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു 7 തവണ മറിഞ്ഞിട്ടാണ് ഈ പണം എത്തേണ്ട സ്ഥലത്ത് എത്തുന്നത്. ലൈസൻസ് ഉള്ള എക്സ്പ്ലോസീവ് ഹാൻഡിൽ ചെയ്യാനുള്ള ആളുകൾക്ക് എത്തുന്നത്. ആർക്കൊക്കെയാണ് ലൈസൻസ് ഉള്ളത്? ഈ പടക്ക നിർമ്മാണ ഫാക്ടറികൾക്കും നമുക്കറിയാം പാറമടകൾ പൊട്ടിക്കുന്നതിനുമൊക്കെയുള്ള ചില ആളുകൾക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ളത്. ഈ ലൈസൻസ് ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഈ ബോംബ് നിർമ്മാണത്തിന് വേണ്ടി അനുസ്യൂതമായി ഈ എക്സ്പ്ലോസീവ് വിതരണം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആ പേര് അനൂപ് മാലിക് എന്നാണ്. നിരവധി കേസുകളിൽ പ്രതിയാണ് അയാൾ. കണ്ണൂരിലെ അയാളുടെ നഗരഹൃദയത്തിലുള്ള വീട്ടിൽ തന്നെ ഒരു തവണ സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനമുണ്ടായപ്പോൾ അയാളുടെ വീട് തകർന്നു പോയി, നാമാവശേഷമായി പോയി എന്ന് മാത്രമല്ല, അയാളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള 10ഓളം വീടുകൾ തന്നെ ഭാഗികമായി തകർന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ വീട്ടിൽ എത്രത്തോളം എക്സ്പ്ലോസീവ്സ് ശേഖരിച്ചു വെച്ചിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. അങ്ങനെ എക്സ്പ്ലോസീവ്സ് ശേഖരിച്ചു വെച്ചിട്ടുള്ള അയാളുടെ വീട്ടിൽ നടന്നുള്ള ആ സ്ഫോടനത്തിൽ അയാളുടെ മകൾക്ക് പോലും ഗുരുതരമായ പരിക്ക് പറ്റി. അയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം അയാളെ കേരള പോലീസ് പിടികൂടിയിട്ടില്ല. കാരണം അയാൾ പിടികിട്ടാപ്പുള്ളിയായി തുടർന്നുകൊണ്ട് അയാൾ അനുസ്യൂതം ആവശ്യക്കാർക്കെല്ലാം ഈ ബോംബ് സ്ഫോടനത്തിന് വേണ്ട എക്സ്പ്ലോസീവ്സ് ഇങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, കേന്ദ്ര ഗവൺമെൻറ് കൂടി നടപടിയെടുക്കണം. ആ നടപടി എടുക്കേണ്ടത് തൂത്തുക്കുടി പോർട്ടിൽ വരുന്ന ടൺ കണക്കിന് എക്സ്പ്ലോസീവ്സ് തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കാനും പടക്ക നിർമ്മാണ ഫാക്ടറികൾക്കും ക്രഷറുകളിൽ പാറ പൊട്ടിക്കാനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആ സാധനം കൃത്യമായി ഇത് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ആവശ്യത്തിനേക്കാൾ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ഒക്കെ സാധനങ്ങളാണ് ഈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഇറക്കുമതി ചെയ്തത് എന്ന് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കി അതിൻ്റെ ക്വാണ്ടിറ്റി വെട്ടിക്കുറക്കേണ്ടതുണ്ട്. പിന്നെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരള പോലീസിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പോലീസിൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർ
മാസാമാസങ്ങളിൽ ഈ എക്സ്പ്ലോസീവ് ലൈസൻസ് കൈവശം വെച്ചിരിക്കുന്നവരുടെ കാര്യങ്ങൾ പരിശോധിക്കുകയും അവർ ക്രമാതീതമായ ക്വാണ്ടിറ്റി കൈവശം വെക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നിയമം. പക്ഷേ ഇതൊന്നും കാര്യക്ഷമമായി നടക്കാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ ഇനിയും കണ്ണൂരിൽ ഇനിയും ബോംബുകൾ പൊട്ടും. പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ അമാവാസി മുതൽ, അമാവാസിക്ക് പിന്നെ നമ്മൾ പൂർണ്ണചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുത്തു. പക്ഷേ പൂർണ്ണചന്ദ്രൻ എന്ന് പേര് കൊടുത്തിട്ടും ഇപ്പോഴും വേലായുധനും പല അമാവാസികളും അസ്തയുമൊക്കെ കണ്ണൂരിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യം, രാഷ്ട്രീയ വൈര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ അതുപോലും തെറ്റാണ്. പക്ഷെ എങ്കിൽ പോലും അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് മനസ്സിലാവും. പക്ഷെ ഇപ്പോഴും CPM-നെ പോലൊരു രാഷ്ട്രീയ പാർട്ടി ഇതിന് കൈയും അയച്ച് സംഭാവന ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് സാധാരണക്കാരായ പാവം ആളുകളെ ഭയപ്പെടുത്തി നിർത്താനാണ്. സീന പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ ഇന്ന് തുറന്നു പറയുന്നു, മരണപ്പെട്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് ബോംബെറിയുന്നതാണ് ഇവിടുത്തെ ആളുകളുടെ രീതി എന്നാണ്. ബോംബെറിഞ്ഞുകൊണ്ടും സ്റ്റാലിനിസം നടപ്പാക്കിക്കൊണ്ടും പല ഏകാധിപതികളും വിചാരിച്ചിരുന്ന പോലെ, ഹിറ്റ്ലറും വിചാരിച്ചിരുന്ന പോലെ ഭയപ്പെടുത്തിക്കൊണ്ടും ആജീവനാന്തകാലമോ ഒരു പരിധിക്കപ്പുറമോ ജനങ്ങളെ അടിമകളാക്കാൻ വയ്യ, അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം CPM-ഉം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ മനസ്സിലാക്കണം. ഗവൺമെൻറ് മെഷറി ഉണർന്ന് പ്രവർത്തിക്കണം. അല്ലാതെ ഈ പറയുന്ന റെട്ടറിക്കുകൾ കൊണ്ടും വാചോടോപങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവിച്ചത് ഇത് തുടങ്ങിയത് എവിടെ നിന്നാണ് എന്നറിയാം എന്നുള്ളതാണ്. തുടങ്ങിയതിൽ CPM-ൻ്റെ അണികളുമൊക്കെ ഇതിനിരയായിട്ടുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ 2024 ഇതിൻ്റെ പ്രഥമമായ ഉത്തരവാദിത്തം പിണറായി വിജയൻ ഗവൺമെൻറ്റിനും CPM-നും അതുപോലെ തന്നെ ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്കും തന്നെയാണ്. കാരണം പോലീസിനെ ക്രിയാത്മകമാക്കേണ്ടതും അവർ പ്രവർത്തിക്കേണ്ടതും അവിടെ ബോംബുകൾ ഇല്ലാതാക്കേണ്ടതും നിങ്ങളാണ്. ഒരു വേലായുധനും ഇനി ആവർത്തിച്ചുകൂടാ എന്നാണ് എനിക്ക് അസന്നിഗ്ധമായി പറയാനുള്ളത്.